സ്കൂളിലൊക്കെ നല്ല കോളേജിലാണെങ്കിലും നല്ല നല്ല മെമ്മറീസസ് ഉണ്ടാവും. ഇഷ്ടംപോലെ മെമ്മറീസസ് ഉണ്ട്. ഒരു നല്ല മെമ്മറി പറഞ്ഞേ. നല്ല മെമ്മറി എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിനകത്ത് മെമ്മറീസ് ഒന്നും ഇല്ല, കാരണം ക്ലാസ് റൂമിൽ കയറാറില്ലായിരുന്നു. വെരി ഗുഡ്. കയറത്തേ ഇല്ലായിരുന്നു. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ നന്നായിട്ട് ഉഴപ്പി നടന്ന് അമ്മയടുത്തൊന്നും അറിയിക്കുവല്ലേ ടീച്ചേഴ്സ്? ഒന്നും പറയത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഡിഗ്രി ആയപ്പോഴത്തേനും കുറച്ചൊക്കെ ചിന്തിക്കാനുള്ള കഴിവായി കഴിഞ്ഞിട്ട് പിന്നെ എന്നാ പറഞ്ഞിട്ട് എന്നാ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 6ാം ക്ലാസ് ആയപ്പോഴത്തേനും മോളെ നിനക്ക് വേണം നീ നന്നാവ് അപ്പൊ തൊഴുതു. എൻ്റെ അടുത്ത് ആകെ പഠിക്കാൻ പറഞ്ഞേക്കുന്ന 10ാം ക്ലാസ്സിലായപ്പോഴാണ്. ഡിഗ്രി ആയപ്പോൾ പറഞ്ഞ നിനക്ക് നീ എക്കണോമിക്സ് ആണ് എടുത്തേക്കുന്നത്, നിനക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാലും ഞങ്ങൾക്ക് സന്തോഷമാണ്, അതുകൊണ്ട് ഞാൻ ഏതായാലും ഫസ്റ്റ് ക്ലാസ് എടുത്തുള്ളൂ, വെറുതെ വീട്ടുകാരെ വിഷമിപ്പിക്കുന്നതിനാ. അതാണ് ഓവർ എക്സ്പെക്ടേഷൻ. അവരെന്റെ അടുത്ത് പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് മതി എന്ന് പറഞ്ഞു. ശരി മതി. കണ്ടു കിട്ടുമോ ഇങ്ങനത്തെ പിള്ളേരെ? അല്ല ഒരെണ്ണേ ഉള്ളൂ, ഒറ്റയാളല്ല, അനിയനുണ്ട്. അപ്പനമ്മയ്ക്ക് ഒറ്റ മോളാണ്, ഒരു അനിയനോടുണ്ട്. അപ്പുള്ളി തന്നെ ചെയ്യുക. അവന് വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു. ഇപ്പൊ ഇങ്ങനെ ഷോർട്ട് ഫിലിംസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അവന്റെ കൂട്ടുകാർ കുറെ പേര് ഷോർട്ട് ഫിലിംസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നു. അപ്പൊ അതിങ്ങനെ എന്റെ കൂട്ടത്തിൽ നിൽക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേനും എവിടെയെങ്കിലും ഒക്കെ കയറ്റി വിടും. പപ്പ എന്നാ ചെയ്യുന്നത്? അച്ചാച്ചൻ പൊൻകുന്നത്ത് മാർക്കറ്റിംഗ് സൊസൈറ്റിയിലായിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് എന്റെ കൂടെ ഉണ്ട്. കാരണം ആരെങ്കിലും കൂടെ വേണമല്ലോ. പിന്നെ അമ്മയ്ക്ക് ലീവ് എടുക്കാൻ ഒക്കത്തില്ല, അമ്മയ്ക്ക് അങ്ങനെ ഇട്ടിച്ച് പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അമ്മ ഇവിടെ സ്കൂളിൽ. അപ്പൊ ഇപ്പൊ എവിടെയാ? കോട്ടയം സെറ്റിൽ ആണ്? കോട്ടയം ആണ്. ഇപ്പൊ ഞങ്ങളൊരു പുതിയൊരു വാർത്തകളുണ്ട്, കോട്ടയത്ത് ഞങ്ങൾ വീടൊക്കെ പണിതു. നല്ല കാര്യം. ഞങ്ങളൊക്കെ പാലുകാച്ചിന് വിളിക്കുന്നില്ലേ? പാലുകാച്ചി കഴിഞ്ഞു. ഓ എന്നതാണ് പെരകുദാശയൊക്കെ നടത്തുമ്പോ ഞങ്ങളെ കൂടെ വിളിക്കാണ്ടായോ? അല്ല, നമ്മൾ അങ്ങനെ വലിയൊരു ഇതായിട്ടൊന്നും നടത്തിയില്ല, ജസ്റ്റ് അച്ഛനെ. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വേണ്ട. ഞങ്ങൾ ഈ കൂദാശ നടത്തുമ്പോ ഞങ്ങളൊന്ന് വിളിച്ചൊരു അപ്പോ കറിയോ എന്നതേലും. ഇനിയിപ്പോ എന്തായാലും കഴിഞ്ഞ കാര്യം ഞങ്ങള് വിട്ടു, അതുവരെ ഞങ്ങൾ പോവാണെങ്കിൽ ഞങ്ങള് കേറും. തീർച്ചയായിട്ടും വരണം. പാചകം ചെയ്യോ? പാചകം ചെയ്യും, അത്യാവശ്യം ജീവിച്ച് പോകാനൊക്കെ. എന്നൊക്കെ ചെയ്യാൻ അറിയാം? മീൻകറി വെക്കാൻ അറിയാം, ചിക്കൻ കറി വെക്കാൻ അറിയാം. പിന്നെ കെട്ടിച്ചു വിട്ട ഭർത്താവിന് കുഴപ്പമില്ല, പട്ടിണിയില്ലാതെ പോകാം. നമ്മളിപ്പോ ആസ് എൻ ആക്ട്രസ് ഒരു കാര്യം ചോദിക്കട്ടെ. ആസ് എൻ ആക്ട്രസ് നമ്മൾ പല ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ചെയ്യുന്നുണ്ട്, വില്ലൻ എല്ലാം ഉണ്ട്. ഇതിനകത്ത് ശരിക്കും നമ്മൾ കൂടുതലും വില്ലനൊക്കെ ആണെന്ന് ഇപ്പം വില്ലത്തിയല്ലേ കൂടുതലും വില്ലി നാട്ടുകാരുടെ ഇടയില്. അന്നേരം എന്നാന്നറിയോ, ഈ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു അപ്രോച്ച് ടുവേർഡ്സ് ഷാലു എങ്ങനെയാ? സീരിയല് കാണുമ്പം ഉള്ള ചീത്തവിളിയേ ഉള്ളൂ. ഈവൻ എൻ്റെ അമ്മയടക്കം എന്ന് ചീത്തവിളി, എന്നാ പരിപാടിയൊക്കെ കാണിക്കുന്നത്, എനിക്ക് വേറെ പണിയൊന്നുമില്ല കൊച്ചെ എന്നൊക്കെ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷേ വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആദ്യമേ എന്നെ കാണുമ്പോൾ അയ്യോ എന്ന് പറയും. കാരണം അതിനകത്ത് ഭയങ്കര സൈസാ. നേരിട്ട് കാണുമ്പോൾ ഇത്രേ ഉള്ളൂ എന്നാണ് പറയുമ്പോൾ ഇത്രേ ഉള്ളോ എന്ന് ചോദിച്ചു വരുന്ന സമയം കൊണ്ട് ഇവരുടെ മൈൻഡ് മാറുക. പിന്നെ ചീത്ത വിളിക്കാനുള്ള മൈൻഡൊക്കെ അങ്ങ് പോകും. ഇതിന് എന്നാ പറയാനാന്നും ചോദിച്ചേച്ചേ. അത് എന്നാ പറയും. പിന്നെ വീട്ടിൽ എന്തായാലും നമ്മൾ വിത്ത് മേക്കപ്പ് ഒന്നും ആയിരിക്കും, മേക്കപ്പ് ഇല്ലാതെ എന്നെ കണ്ടു കഴിഞ്ഞ് ഇങ്ങോട്ട് കഞ്ഞി മേടിച്ചു തരും. അപ്പൊ അത് കാരണം കണ്ടുവെച്ച് അയ്യോ അതിനകത്ത് എന്നാ വില്ലത്തരോ, ഇതിനകത്ത് ഇതിനെ നേരിട്ട് കണ്ട എന്നാ പറയാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ചോദിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അല്ല അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ പിന്നെ ഷാലു ചെയ്യുന്ന അല്ലെങ്കിൽ ഇനി വരുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെ കാറ്റഗറൈസ്ഡ് ആയി പോകും. അതാവുന്നുണ്ട്, ഇഷ്ടംപോലെ ഇപ്പൊ വിളിക്കുന്നതെല്ലാം നെഗറ്റീവാണ് കേട്ടോ. നെഗറ്റീവ് ഇനിയും ചെയ്യുന്നില്ല, ഇപ്പൊ ഒരെണ്ണം ചെയ്യുന്നില്ല, നമുക്ക് പോസിറ്റീവ്. ഒരു പോസിറ്റീവ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഓൾറെഡി പറ്റിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാ പോലും ഇതിപ്പം എല്ലാവരുടെ മനസ്സിൽ ഇത് തന്നെയാണ് നിൽക്കുന്നത്. വില്ലത്തരം ആണ് എൻ്റെ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്നതെന്നൊരു ഇതുണ്ട്. അപ്പോൾ വിളിക്കുന്നതെല്ലാം അങ്ങനെ വില്യത്തരം അങ്ങനെയൊക്കെ ഉള്ളതിനാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, അടുത്തൊരു പോസിറ്റീവ് ക്യാരക്ടറിനെ വിളിക്കും, ഞാൻ വെയിറ്റ് ചെയ്തോളാം. പോസിറ്റീവ് കുന്നായ്മയും കാണിക്കാൻ ഏറ്റവും എളുപ്പമാണ്. അതാണ്. പക്ഷെ മോളെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ ഒരു ആസ് എൻ ആക്ട്രസ് നമ്മളിപ്പോ ചെയ്യല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളത് കാരിയറിനെ ബാധിക്കുകയല്ലേ? ബാധിക്കുമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പെട്ടെന്നുണ്ടാകുന്ന തീരുമാനങ്ങളല്ലേ. ഇയാളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ ഓർത്തില്ല. എനിക്ക് അപ്പം വായിൽ വരുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മള് ചുറ്റുപാട്ടം ഒന്നും നോക്കുകയല്ല, ഫ്യൂച്ചർ ഒന്നും നോക്കാതുള്ള കാര്യം അങ്ങ് പറയും. ഇത് എന്റെ മനസ്സിലുള്ള കാര്യം ഇതാണ്, നിങ്ങൾക്ക് പറ്റുമോ ഇല്ലേ, ശരി അടുത്ത അതുവരെ വെയിറ്റ് ചെയ്യാം. ഓ അങ്ങനെ. ഓക്കെ. അപ്പൊ പിന്നെ ദൈവാനുഗ്രഹിച്ച് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഷാലു നല്ലൊരു ടൈറ്റ് ഷെഡ്യൂളാ. ശരിക്കും ഈ വീട്ടിൽ പോവാനും അമ്മയുടെ അടുത്തിരിക്കാനും ഒക്കെ ഒരു ടൈം വേണ്ടേ? ഇതൊക്കെ എങ്ങനെ സെറ്റ് ആക്കുന്നേ? ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സമയമുണ്ട്. കാരണം ഞാൻ ഇപ്പൊ ചന്ദനമഴ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 15 ദിവസം എനിക്ക് ഫ്രീ ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ 15 ദിവസം വീട്ടിൽ പോയിരിക്കുന്നു, അമ്മയുടെ അടുത്തിരിക്കുന്നു. പിന്നെ എന്തോ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു, പരീക്ഷണങ്ങൾ നടത്തുന്നു. ഇപ്പൊ നമ്മളിങ്ങനെ സീരിയൽ ആർട്ടിസ്റ്റ് ആണ്, നമ്മളിപ്പോ സീരിയൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ കൂടുതൽ ഇങ്ങനെ കുറ്റപ്പെടുത്തുക, ദാറ്റ് ഈസ് വിമർശിക്കുക. അത് ഇങ്ങനെ സീരിയൽ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ സീരിയൽ എന്നല്ല, ബേസിക്കലി സീരിയലിനെ എല്ലാ സീരിയൽസിനെയും എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തും അല്ലെ? സന്ധ്യ ആകുമ്പോഴത്തേക്ക് എല്ലാരും എന്നാ കുറ്റം പറയുന്നത് എല്ലാരും കാണുവേ. എന്നുവെച്ചോ എന്നതാ കൊച്ചിനായിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുത്തുവാന്ന് പറയുവേ. എന്ത് ചെയ്തേ എന്നൊന്ന് തെറ്റി നോക്കുകയും ചെയ്യും അല്ലേ? ആരേലും ഒന്ന് വീട്ടിൽ വന്നാൽ തന്നെ
നമ്മുടെ കോൺസെൻട്രേഷൻ ഇപ്പം ഷാലു ഗസ്റ്റ് ആന്ന് വെച്ചോ, ഷാലുവിനെ നോക്കുകയല്ല, ശരിയാ ഇങ്ങനെയൊന്നും ശ്രദ്ധിക്കില്ലേ, അതാ. പക്ഷെ ഈ കുറ്റം പറയുമെങ്കിൽ അവർ ആസ്വദിക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നത് നാളെ ആ സമയത്തിന് വെയിറ്റ് ചെയ്യുകയും ചെയ്യും. കറക്റ്റ്. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ കണക്കാണ്, എനിക്കറിയാം അവര് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും പറയും നിങ്ങൾക്ക് അത് നിർത്തിക്കൂടെ, മനുഷ്യനെ ബോറടിപ്പിക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പതിയെ അവർക്ക് മിക്കവാറും മെസ്സേജ് ആയിരിക്കും. എന്നെ നേരിട്ട് കാണുന്നവരുടെ അടുത്ത് ഞാൻ പറയുന്ന കാര്യം, നിങ്ങളുടെ വീട്ടിലെ TV, നിങ്ങളുടെ റിമോട്ട്, വേറെ ഇഷ്ടംപോലെ ചാനലുണ്ട്, ഇഷ്ടംപോലെ ന്യൂസ് ചാനൽസ് ഉണ്ട്, എടുത്തങ്ങ് മാറ്റിയാൽ പോരെ, നിങ്ങളത് കാണണ്ട, പ്രശ്നമില്ല, അടുത്ത ചാനൽ കണ്ടോ. നേരെ മുഖത്ത് നോക്കി പറയും, അയ്യോ അങ്ങനെയല്ല പറഞ്ഞത്, അല്ല നമുക്ക് ബോറടിക്കാൻ, ബോറടിക്കുന്നതിനാ പറഞ്ഞേ, മാറ്റിക്കോ, കുഴപ്പമില്ല, മാറ്റിക്കോ. മാറ്റുകയില്ല, ശരിയാ. പക്ഷെ അവിടെ തമിഴിൽ ഇങ്ങനെ ഉണ്ടോ? തമിഴിലില്ല. അപ്പൊ തമിഴില് രാവിലെ 10:30 തുടങ്ങുന്ന സീരിയൽ കാണാൻ വേണ്ടി തന്നെ 10:30 തൊട്ട് രാത്രി 10:30 വരെ സീരിയൽ, 11 മണി വരെ സീരിയൽ ഉണ്ടാകും. അത്രയും സീരിയൽസ് കാണുന്ന ഓഡിയൻസ് ഉണ്ട്. അവരെ വലിയ കുറ്റപ്പെടുത്തൽ. പക്ഷെ ഇപ്പാന്നേ നമ്മളെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, നമ്മൾ പണ്ടത്തെ സീരിയലും ഇപ്പത്തെ സീരിയലും നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പാണെങ്കിൽ നല്ല മേക്ക് ഓവേഴ്സാ. പണ്ട് അങ്ങനെയില്ല, അത്രയും ഒരു ഇല്ല. ഇപ്പൊ നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ ആ ഒരു പെർട്ടിക്കുലർ സീരിയൽ പറയുവാന്നെ തന്നെ അതിനകത്ത് വേ ഓഫ് ഡ്രസ്സിങ്സ്, അത് ബേസിക്കലി ആ തറവാട് അങ്ങനെ ആയതുകൊണ്ടാന്ന് പറയാം. പക്ഷെ അതല്ല, ദേശായി ഫാമിലി ആയതുകൊണ്ടായിരിക്കാം. ബട്ട് ബേസിക്കലി സീരിയലിൽ എല്ലാവരും ഇപ്പൊ ഇച്ചിരി ഒരു മേക്ക് ഓവേഴ്സ് ഉണ്ട്. അപ്പൊ അത്രയും വേണമെന്നോ, അങ്ങനെ ആ ഒരു എന്താ പറയാ സിറ്റുവേഷൻ ഒക്കെ ബാലൻസ് ചെയ്താന്നോ പോകുന്നത്? അത് ഓരോ ക്യാരക്ടറിന്റെ അനുസരിച്ചിട്ട്. ഇപ്പൊ അതിനകത്തെ തന്നെ ഊർമിള എന്ന് പറയുന്ന ക്യാരക്ടറിന് അത്രയും വേണം. അത് കാരണം ഓൾറെഡി രജിസ്റ്റേർഡ് ആയി, അങ്ങനെയാണ്. പുള്ളിക്കാരി ഇനി വേറെ എന്ത് ചേഞ്ച് വരുത്തിയാലും ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കാനാണ് താല്പര്യം. വിതൗട്ട് മേക്കപ്പിൽ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. നമുക്ക് ഈ മെനക്കേടൊന്നും ഇല്ലല്ലോ രാവിലെ മേക്കപ്പ് ചെയ്തിരുന്നു. അതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ഇല്ലാണ്ട് അഭിനയിക്കാനാണ് ഇഷ്ടം. പക്ഷെ എന്നാലും ക്യാരക്ടറിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും അത് അത്യാവശ്യം വേണം എന്ന് തന്നെയാണ്. അത് ഓരോ ക്യാരക്ടറിനും ഉണ്ടല്ലോ. എന്നും പറഞ്ഞ് പാവപ്പെട്ട ഒരു വീട്ടിലൊരു സ്ത്രീ അല്ല ഒരു പെണ്ണ് ഇത്രയും മേക്കപ്പ് ഇടുന്നതിനോടും എനിക്ക് താല്പര്യമില്ല. വിതൗട്ട് മേക്കപ്പ് ഇല്ല, ക്യാരക്ടർ അനുസരിച്ച് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ സീരിയലിൽ മാത്രമാണോ ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതോ സിനിമ ചെയ്യുന്നില്ലേ? സിനിമ ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഈ ഡേറ്റ് ക്ലാഷസ് വരും എന്നുള്ളത് കൊണ്ടാണ്. വിളിക്കുമ്പോൾ എല്ലാവർക്കും 20 ദിവസം 30 ദിവസം ഒക്കെ ഡേറ്റ്സ് വേണ്ടി അങ്ങനെ ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അതിന് ഇട്ടേച്ച് പോകാൻ ഒക്കത്തില്ല. അതാണ്. അപ്പം ഈ തമിഴില് ഡേറ്റ് കൊടുക്കുമ്പോ ഇല്ല, അത് ഞാൻ കഴിഞ്ഞു, അത് കഴിഞ്ഞായിരുന്നു. 2 കൊല്ലം മുമ്പേ കഴിഞ്ഞായിരുന്നു. ഓ അത് ശരി. പിന്നെ തമിഴ് ചെയ്തില്ല? പിന്നെ ചെയ്തിട്ടില്ല. ഓക്കെ. ഏതാ ഇഷ്ടപ്പെട്ട ഒരു നടൻ തമിഴില്? തമിഴിൽ കമൽഹാസൻ. ഓ, ഞാനും ആ ഒരു കാറ്റഗറിയില്ല.